പ്രതിപക്ഷവും മാധ്യമങ്ങളും ഉയർത്തിയ ചോദ്യങ്ങൾക്ക് പലതിനും ഉത്തരമില്ലാതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ വെബ്സൈറ്റുകളുടെ വിവരങ്ങൾ അപ്രത്യക്ഷമായതിനെപ്പറ്റിയും വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെ സംബന്ധിച്ചും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കമ്മീഷന് വ്യക്തമായ മറുപടിയില്ല. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെയെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ മറുപടി പറഞ്ഞത്. ഒരു പാർട്ടിയോടും കമ്മീഷന് വിവേചനമില്ല. വോട്ടുകളുടെ ആരോപണം ഭരണഘടനയ്ക്ക് അപമാനം. ഭരണഘടനാ ഉത്തരവാദിത്തം കമ്മീഷൻ നിർവഹിക്കുന്നുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. भारत के संविधान के अनुरूप भारत का हर नागरिक जो 18 वर्ष की आयु पूरी कर चुका हो उसे मतदाता अवश्य बनना चाहिए और मतदान भी अवश्य करना चाहिए। आप सभी जानते हैं कि कानून के अनुरूप हर राजनीतिक दल का जन्म चुनाव आयोग में रजिस्ट्रेशन से ही होता है, तो फिर चुनाव आयोग उन्हीं राजनीतिक दलों में भेदभाव कैसे कर सकता है? चुनाव आयोग के लिए न तो कोई विपक्ष है न तो कोई पक्ष है, सब समकक्ष हैं। चाहे किसी भी राजनीतिक दल का कोई भी हो, चुनाव आयोग अपने संवैधानिक कर्तव्य से സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാതി, നിരവധി ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെക്കുറിച്ച് ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താസമ്മേളനത്തിലൂടെ കാര്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞത്. ആ മറുപടി തൃപ്തികരമാണോ? കാരണം നിരവധി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ, ആരോപണങ്ങൾ, ഗുരുതരമായ കണ്ടെത്തലുകളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിമർശനമായും ആരോപണമായും വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെക്കുറിച്ച് പുറത്തേക്ക് വന്നത്. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനൊക്കെ പറയുന്ന ഔദ്യോഗികമായ മറുപടി? വിനിഷ, ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ മറുപടികൾ നൽകാതെയുള്ളൊരു വാർത്താ സമ്മേളനമായിരുന്നു. മറിച്ച് ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ഉയർത്തിയതിൽ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുക മാത്രമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചെയ്തിട്ടുള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സന്തൂർ, വിവേക് ജോഷി എന്നിവരാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം ഈ വാർത്താ സമ്മേളനം ആരംഭിക്കുന്നത് തന്നെ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെയാണെന്നും ഒരു പാർട്ടിയോടും വിവേചനമില്ലെന്നും പറയുകയുണ്ടായി. മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും SIR പ്രക്രിയയിൽ പങ്കാളികളായിട്ടുണ്ട്. ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. ഈ SIR പ്രക്രിയകളെ പറ്റി ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അത് കള്ളം പ്രചരിപ്പിക്കാനും അതോടൊപ്പം ഇതിന്റെ മറവിൽ ഒരു പുകമറ സൃഷ്ടിക്കുവാനുമാണ് ശ്രമിക്കുന്നത് എന്ന ആരോപണമാണ് ഉയർത്തിയത്. അതായത് വോട്ട് ചോരി എന്ന പ്രയോഗം, രാഹുൽ ഗാന്ധി ഉപയോഗിച്ചിട്ടുള്ള ആ പ്രയോഗം പോലും ഭരണഘടനയെ അപമാനിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോരി ആരോപണം അല്ലെങ്കിൽ വോട്ട് കൊള്ള ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി. ചില വോട്ടർമാരുടെയൊക്കെയും ചിത്രം എടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അത്തരം സ്വകാര്യത ലംഘിക്കുന്ന ഒരു തരത്തിലേക്കുള്ള നടപടികളാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ആരോപണം നിലനിൽക്കില്ല എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിരട്ടാൻ ഒരു തരത്തിലും പ്രതിപക്ഷം നോക്കേണ്ടതില്ല. തെറ്റായ ആരോപണങ്ങളിലൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭയപ്പെടുന്ന കാര്യമില്ല. വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്ന് നിരവധിയായിട്ടുള്ള കുറ്റപ്പെടുത്തുകളും അതോടൊപ്പം ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാൻ കഴിഞ്ഞില്ല. മറിച്ച് ഈ ആരോപണങ്ങൾക്ക് ഒരു പ്രതികരണം എന്ന നിലയിൽ ഇവരെ തിരിച്ച് കുറ്റപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് ഇത്തരം ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നു എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. അതോടൊപ്പം കേരളത്തിൽ അടക്കം ഉന്നയിച്ച വിവിധ പരാതികളുണ്ട്, ഉയർന്നു വന്ന പരാതികളുണ്ട്. ആ പരാതികളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഉയർന്നു വന്ന ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ തെറ്റാണ് എന്നാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ സാഹചര്യത്തിലും പറഞ്ഞു വെക്കുന്നത്? കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത്. രാജസ്ഥാനിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും അടക്കം ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഉന്നയിച്ചപ്പോൾ തന്നെ അവിടെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റുകൾ, അതത് സംസ്ഥാനത്തെ വെബ്സൈറ്റുകൾ ഇല്ലാതെയായി. അതേക്കുറിച്ചൊന്നും മാധ്യമപ്രവർത്തകർ ചോദിച്ചില്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട്?
അതായത് കേരളത്തിൽ നിന്നുള്ള ഈ വിഷയങ്ങൾ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നിലവിലുള്ള ആരോപണങ്ങൾ സംബന്ധിച്ച ചോദ്യമൊക്കെയും മാധ്യമപ്രവർത്തകർ ഉയർത്തിയിരുന്നു. എന്നാൽ ആ ചോദ്യങ്ങൾക്കൊന്നും ഒരു കൃത്യമായിട്ടുള്ള മറുപടി നൽകാതെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിനെയൊക്കെയും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭയപ്പാടോടെയല്ല കാണുന്നത്. ഇതെല്ലാം ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെയും അജണ്ടയുടെയും ഭാഗമായി രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ആരോപണങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒഴിവായത്. ഇതിലൊന്നും തന്നെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കാമെന്ന് പോലും പറയാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ SIR പ്രക്രിയയുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് ഒരു നിശ്ചയദാർഢ്യത്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂചിപ്പിക്കുകയും ചെയ്തു. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, പശ്ചിമ ബംഗാളും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഈ SIR പ്രക്രിയ എപ്പോൾ ആരംഭിക്കും, ഉടൻ തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസാരിച്ചത്. അതോടൊപ്പം ഈ മെഷീൻ റീഡബിൾ ഡേറ്റ നൽകാനാവില്ല എന്നുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വെക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ കൃത്യമായി ഒരു 45 ദിവസത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സുപ്രീം കോടതിയും സമീപിക്കാനുള്ള സമയപരിധിയുണ്ട്. അതൊക്കെയും പാർട്ടികൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതും, അവർ ഈ അവകാശവാദം ഉന്നയിക്കുന്നത് ഏറ്റവും വൈകിയ വേളയിലാണ് അവകാശവാദവുമായി മുന്നോട്ട് വരുന്നത് എന്ന തരത്തിലാണ് ഈ വിഷയങ്ങളെല്ലാം വളച്ചൊടിച്ചുകൊണ്ടുള്ളൊരു നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത്. മാത്രമല്ല രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷത്തെയും രൂക്ഷമായി വിമർശിക്കുകയും അവരുന്നയിച്ച ആരോപണങ്ങളെ പാടെ തള്ളിക്കൊണ്ട് അത്തരത്തിൽ ഒരു പ്രക്രിയകളും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു അട്ടിമറിയും ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചത്. വിനിഷ, അപ്പോൾ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരാനിരിക്കുകയാണ് കേരളത്തിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ. അപ്പോൾ നിലവിലുള്ള ഏത് രീതിയിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ, വെട്ടിക്കുറയ്ക്കലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇപ്പോൾ എന്താണോ നടക്കുന്നത് ആ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പട്ടികയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വെക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ, ക്രമക്കേടുകളിൽ ഒരു പരാതിയുമില്ല, പ്രശ്നവുമില്ല, അന്വേഷണവുമില്ല എന്ന് തന്നെയാണോ കമ്മീഷണർ പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായും മിനിഷ, ഈ വാർത്താ സമ്മേളനത്തിൽ അത്തരത്തിലൊരു മറുപടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രക്രിയ വളരെ സുതാര്യമായി നടക്കുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഈ പരാതികളൊക്കെയും അതല്ലെങ്കിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളായി മാത്രം നിൽക്കുകയാണ്. അതിനൊരു തെളിവും ഹാജരാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഒരു തെളിവുമില്ലാതെയാണ് ചുമ്മാ പ്രതിപക്ഷം ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ പറയുന്നത് എന്നുള്ള കാര്യമാണ്. മാത്രമല്ല ഇതിലൊന്നും കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നുള്ളതോ പരിശോധിക്കാമെന്നുള്ളതോ ഒന്നും തന്നെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിലൊന്നും ഉയർന്നു വന്നില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൃത്യമായ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ നടത്തിയിട്ടുണ്ട് എന്നല്ലാതെ മറ്റ് പരാതികൾ സംബന്ധിച്ച ഒരു വിശദീകരണവും നൽകാൻ ഈ വാർത്താ സമ്മേളനത്തിലൂടെ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു രത്ന ചുരുക്കം.